ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ മൈ ലൈഫാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഡേ മൈ ലൈഫ് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു മോർണിംഗ് റൂട്ടീനാണ്. ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ബോട്ടിൽ ഞാൻ യൂട്യൂബിൽ വിട്ടായിരുന്നു. അപ്പോൾ അതിനധികം വ്യൂസോ ലൈക്കോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് വീണ്ടും ഇടാം കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊന്നും പറയാനില്ല, ചിക്കൻ പൊരിച്ചതും പത്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ മുകളിലോട്ട് പോയിട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു കോണി കയറി കഴിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ പറയാനുള്ള കാരണം ഒരു ചെറിയൊരു സ്പേസിൽ നമുക്ക് ഇതൊക്കെ സെറ്റാക്കാൻ പറ്റും എന്നുള്ള നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു. മാത്രമല്ല ഇതുപോലത്തെ ടേബിളൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഈ ടേബിളൊക്കെ ഒരുപാട് കേട് വന്നതാണ്. ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതാണ്, അത് ഞാൻ പറയാം. ഈ ഒരു സ്റ്റെപ്പും ഇരുന്നിട്ടാണ് ഞാൻ കട്ടയിലും പരിപാടികളൊക്കെ ചെയ്യാറ്. മറ്റേ അധികമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രാവിലെ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ അമ്മയില്ല, അനിയത്തിയില്ല, അതുകൊണ്ട് കുറച്ച് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് കരുതി. അങ്ങനെ ക്ലീനിങ്ങും പരിപാടീസും കഴിഞ്ഞ് നമുക്കൊന്ന് ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാം. ഞാൻ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ പഠിക്കുന്ന ആ ഒരു സെക്ഷനിലായിട്ടാണ് ഞാൻ ചെയ്യാറുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ക്ലീനിങ്, സ്റ്റഡി അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ടു ഡു ലിസ്റ്റ് ചെയ്തുന്നത്. സ്കൂൾ പൂട്ടുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ തീരുമാനിച്ചു വെച്ചിരുന്നു ഈ വെക്കേഷനിൽ ഒരുപാട് വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നാണ്. പക്ഷെ അങ്ങനത്തെ ഒന്നും എനിക്ക് ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. വേറെ ഒന്നല്ല, 10th ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ മാക്സിമം എടുത്ത് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കിയിട്ട് വോയിസ് ഓവറൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് ഞാൻ വേഗം ഒന്ന് അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ചില വീഡിയോസിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, അടിപൊളി വീഡിയോസാണ്, ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സുകൾ കാണാറുണ്ട്. ഇത് കാണുമ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇടാനായിട്ട് ഇങ്ങനെ തോന്നും. അപ്പോൾ ഞാൻ ഈ ഒരു 10th ആയതുകൊണ്ട് തന്നെ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ എടുത്ത് വെച്ച് സെറ്റാക്കി അപ്ലോഡ് ചെയ്യും. ഡെയിലി നോക്കാം. പറഞ്ഞ് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് ഒന്നുകൂടി കളറാക്കാൻ വേണ്ടി ഞാൻ ഹൈലൈറ്റേഴ്സ് വെച്ചിട്ടൊന്ന് റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു നെയ്യപ്പം കിട്ടി, അതും ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ടു ഡു ലിസ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കൺസെപ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജേർണലിംഗ് ചെയ്യണം. അതൊരു സിൻഡ്രല്ല തീമിലാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ 25 രൂപയുടെ ഒരു ഹൈലൈറ്റർ. അതിനെക്കാട്ടി മെച്ചാണ് എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ജേർണലിംഗ് ചെയ്യാം, അതും സിൻഡ്രല്ല തീമിലാണ്. എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റിക്കേഴ്സ് നിങ്ങൾ കണ്ടു കാണില്ല. ആ ഒരു സ്റ്റിക്കേഴ്സിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റബ്ബൻസിൽ, സിൻഡ്രല്ല അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇങ്ങനെ ഒരു സെറ്റിൽ തന്നെ വരുന്നായിരുന്നു. ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തപ്പോൾ നല്ല അന്തസ്സിനെ പാളി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ അത് കണ്ടാൽ മനസ്സിലാകും. വേറൊന്നല്ല, ഞാൻ സിൻഡ്രല്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ടായിരുന്നു. എനിക്ക് എന്തോ ഒരു ഇഷ്ടമായിരുന്നല്ലോ ഈ ഒരു ഹൈലൈറ്റർ ചെയ്താനായിട്ട്, ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എഴുതി വെച്ചതോ കോളായും ചെയ്തു. ഈ ഒരു സിൻഡ്രല്ല ചെയ്യണതിൻ്റെ മുമ്പായിട്ട് ഞാൻ റബ്ബൻസിൻ്റെ ഒരു ജേർണലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സിമ്പിൾ മോഡലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ സിൻഡ്രല്ലയിൽ നമുക്ക് കണ്ട് ഒതുക്കാം. പാളി എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഇംഗ്ലീഷ് റൈറ്റ് ചെയ്ത ഈ ഒരു പേജ് എടുത്തിട്ട് ഞാൻ വേഗം ഒട്ടിച്ചിട്ടോ. പക്ഷെ അതല്ല കോമഡി, അതിൻ്റെ മുകളിൽ ഞാൻ സിൻഡ്രല്ല എന്ന് വീണ്ടും എഴുതി. അതോടുകൂടി അവിടെയും കോളായി. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല, അവിടെ തന്നെ അത് ഒട്ടിച്ച് അതേപോലെ തന്നെ എങ്ങനെയെങ്കിലും ഭംഗി കൂട്ടാന്ന് നോക്കി എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ കണ്ടു നോക്കൂ. എന്ത് റൈറ്റിങ്സ് ചെയ്താണ്ടെങ്കിലും ഞാൻ ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു പെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് എഴുതിയപ്പോൾ എനിക്കൊരു പെൻസിൻ്റെ രജിസ്റ്റർ കിട്ടിയോണ്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ച്. പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ഞാൻ അതിമൊന്ന് എഴുതി. അതാണ് എനിക്ക് പാളിയത്. രണ്ടാമത് വെച്ചപ്പോൾ റബ്ബൻസിൻ്റെ എടുത്തുള്ള പേജിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതെന്നെ കോളായും ചെയ്തല്ലോ, അതുകൊണ്ട് ഇനി മാറ്റണ്ടെന്ന് കരുതി അവിടെ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തത് ഏത് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കും എന്നായിരുന്നു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. കാരണം സിൻഡ്രല്ലേൻ്റെ കുറേ സ്റ്റിക്കേഴ്സ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സും ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അത്രേ ചെയ്തുള്ളൂ. അടുത്ത തീം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നല്ല കിടിലനായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. എനിക്കാണെങ്കിൽ ഈ സ്റ്റിക്കേഴ്സ് എല്ലാത്തിലും കൊണ്ടുപോയി ഒട്ടിക്കാനായിട്ട് ഭയങ്കര ത്വരയായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഞാൻ ഈ സിൻഡ്രല്ല തീമിലൊരു ജേർണി ചെയ്തത്.
ഇതിൻ്റെ പ്രൈസിന് ഇത് നന്നായിട്ട് വേർത്താണ്. കാരണം 88 രൂപയാണ് ഇതിനായിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ കവായ് സ്റ്റിക്കേഴ്സ് നോക്കിയായിരുന്നു, എന്നാലും ഇതെനിക്ക് വേർത്തായിട്ട് തോന്നി. കാരണം മീഷോയിൽ ഇതിന് 200 എത്ര രൂപയും അതുപോലെ തന്നെ 100 എത്ര രൂപയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ 88 രൂപയ്ക്ക് എനിക്ക് കിട്ടിയപ്പോൾ ലക്കിയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വാങ്ങിച്ചത് മാത്രമേ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം വേറൊന്നുമില്ല, കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഡേ മൈ ലൈഫ് ആണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ജേർലിംഗ് തന്നെ ചെയ്യാമെന്ന് കരുതി. കാരണം ഞാൻ കുറേ ദിവസമായി ജേർലിംഗ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ പ്രത്യേക ഒരു ഇത് വരുമ്പോൾ നമുക്ക് അന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വെച്ചതായിരുന്നു. എൻ്റെ ഒന്നാമത്തെ ജേർലിംഗ് ബുക്കിൽ അധികം ഒന്നും വെറൈറ്റീസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തേൽ ഞാൻ അടിപൊളിയാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 8ൽ പഠിക്കുമ്പോഴായിരുന്നു ഒരു ജേർലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3/4 ഞാൻ ജേർലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇഷ്ടമല്ല എന്നല്ല, ടൈം കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ വന്നിരുന്ന് എന്ത് ഷൂട്ട് ചെയ്യും, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും ടൈം കിട്ടുമ്പോൾ. പറഞ്ഞ് നമ്മുടെ ജേർലിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം വെച്ച് തന്നെ ബാക്കി എല്ലാ ക്ലീനിങ്ങും പരിപാടിയും കഴിഞ്ഞിട്ട് എനിക്കൊരു ഫംഗ്ഷന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്നാൽ ഇങ്ങോട്ട് കയറുകയെന്ന് അറിയത്തില്ല. അപ്പോൾ ചെറിയ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് ഫേസ് കഴുകിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ്. എൻ്റെ ഫേവറേറ്റ് ഇതാണ്. എന്നെ ബെല്ലാവിറ്റിൻ്റെ ഈ ഒരു അടിപൊളി സ്മെല്ല് അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഓട്ടോ ഒക്കെ കയറി ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈവനിങ് മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ഇത് സൂര്യപ്രകാശം ജനൽ കൂടെ അടിക്കുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പം നമ്മുടെ ഡേ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. നെക്സ്റ്റ് എന്ത് വേണം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.